ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ എന്നല്ലേ. വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺഫ്ലോർ വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാനിപ്പോൾ മൈദപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ എടുക്കാം. ആ പാനിനകത്തേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് പാലാണ്. അരക്കപ്പ് പാൽ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ പഞ്ചസാരയും അരക്കപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് മൈദപ്പൊടിയാണ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട്ടപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതേ സെയിം റേഷ്യോയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിൽ തീരെ കട്ടകളൊന്നും വരാതെ വേണം നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിത് അടുപ്പിൽ വെച്ച് കത്തിക്കുന്നില്ല. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയതിന് ശേഷമാണ് നമ്മളിത് അടുപ്പിൽ വെച്ച് കത്തിച്ച് നമ്മൾ തിക്ക് കൺസിസ്റ്റൻസി ആക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ആക്കി വേണം ആദ്യം നമ്മൾ എടുക്കേണ്ടത്. ഇനി വേണം നമുക്കിത് അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ട് നമുക്കിത് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. ഞാൻ ഇപ്പോൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇളക്കി വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ വേണ്ടി. നല്ല തിക്ക് ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടണം. അതുവരെ നമ്മളിതുപോലെ എല്ലാ ഭാഗത്തുനിന്നും നമ്മളിതുപോലെ ഇളക്കിയെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഓൾറെഡി ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കോൺഫ്ലവർ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കോൺഫ്ലവർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ അല്ലെങ്കിൽ ആട്ടപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പലരും ചോദിച്ചിരുന്നു മൈദപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നതൊന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണൊന്ന് ചെയ്യുന്നതെന്നൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇപ്പോൾ നന്നായിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി തിക്കായിട്ട് നല്ല ക്രീമി ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് വേണം നമുക്കിത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന ഭാഗം മാത്രം അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തുനിന്നും ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാനായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് കുറുകി ഇതുപോലെ അങ്ങ് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം പുറത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഒരു പാത്രത്തിൽ വെച്ച് ചൂടാറ്റി എടുത്താൽ മതി. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. കാരണം ഇത് ആ ചൂടിലിരുന്നിട്ട് ഒന്നും കൂടി കുറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒരു ബൗളിനകത്തേക്ക് മാറ്റുകയാണത്. മൊത്തത്തിൽ തന്നെ നന്നായിട്ട് തന്നെ മാറ്റുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഒരു ബൗളിനകത്തേക്ക് മാറ്റിയതിന് ശേഷം ഞാനിതൊന്ന് തണുക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമുക്കിനി ബട്ടർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിനി വേണ്ടത് ബട്ടർ 100 ഗ്രാം ബട്ടർ, അതും റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ അൺസാൾട്ടഡ് ബട്ടർ എടുക്കണം കേട്ടോ ഈ ഒരു വിപ്പിംഗ് ക്രീമിന്, അതല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ടേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു അൺസാൾട്ടഡ് ബട്ടർ എടുത്തതിന് ശേഷം നമുക്ക് റൂം ടെമ്പറേച്ചറിലായ ഒരു ബട്ടറിനെ നമുക്ക് വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഹാൻഡ് ബീറ്റർ വെച്ചിട്ടായിരുന്നു, ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാൻഡ് ബ്ലെൻഡർ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാനിപ്പോൾ ഇതൊരു വിസ്ക് വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വിസ്ക് വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇനി വിസ്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വിസ്കൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇച്ചിരി ഒന്ന് സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് ബ്ലെൻഡറിനേക്കാളും കുറച്ച് ടൈം കൂടുതൽ എടുക്കുകയും ചെയ്യും നമ്മൾ ഇതുപോലെ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ. പക്ഷെ അതുപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ, അതൊരു ആ കാര്യത്തിൽ പേടിക്കേണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് നമ്മൾ ബട്ടറിന് പകരം എന്ത് ഉപയോഗിക്കാം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ബട്ടറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഡാൽഡയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗീയോ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ബട്ടർ വെച്ചിട്ട് ചെയ്യാൻ തന്നെയാണ്. കാരണം ബട്ടർ വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ബാക്കി രണ്ട് വെച്ച് ചെയ്യുമ്പോൾ കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ബട്ടർ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിസ്ക് വെച്ച് ചെയ്ത് നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര മതി. ഇത് നമുക്ക് ഇനി ഫ്രീസറിൽ വെക്കണം, ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ഇതാ കണ്ടില്ല, നമ്മളിതുപോലെ കമഴ്ത്തുമ്പോൾ അതിങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ച് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബീറ്റിംഗ് ടൈം കുറച്ചൊന്ന് കുറവായിരിക്കും, പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരികയും ചെയ്യും, പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ആദ്യം തന്നെ ബട്ടർ വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്ലഫി ആക്കി എടുക്കണം. നന്നായിട്ടൊന്ന് ഫ്ലഫി ആക്കി എടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ നമ്മുടെ ഒരു മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ബട്ടർ നന്നായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മൈദ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കണം, ഈ ബട്ടറുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഒരുമിച്ച് ഈ ഒരു മിക്സ് നമ്മൾ ഇതിനകത്തേക്ക് യോജിപ്പിച്ചെടുക്കരുത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമുക്ക് പീക്സ് ഒന്നും കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം വേണം അടുത്തൊരു ടേബിൾ സ്പൂൺ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഇച്ചിരി ഒരു സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണം. പിന്നെ അതുപോലെ നമ്മൾ ഈ നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്യുന്ന അത്രയും പെട്ടെന്നാവില്ല, എങ്കിൽ കൂടി ഇത് വെച്ച് നമ്മൾ ഇച്ചിരി സ്പീഡിലൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ട് കിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ചൊന്ന് സ്പീഡിൽ ചെയ്താൽ മതി. നമ്മൾ ബീറ്റ് ചെയ്യുന്നത് കുറച്ച് സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കേക്കിനും പുഡിങ്ങിനും ഒക്കെ റെഡി ചെയ്യാൻ പറ്റുന്ന, അതും വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വിപ്പിംഗ് ക്രീമാണ് ഇത് കേട്ടോ. ഇപ്പം നമ്മൾ മൊത്തത്തിൽ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായി ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആവുന്ന വരെ തന്നെ നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ല പീക്സായി വരുന്ന വരെ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൈപ്പിംഗ് ബാഗിലിട്ടതിന് ശേഷം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കതിൻ്റെ പീക്സ് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്കിത് മൈദ വെച്ചിട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് ആട്ട വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഞാൻ അന്ന് കാണിച്ചിട്ടുള്ളത് കോൺഫ്ലവർ വെച്ചിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിനകത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് പീക്ക് വന്നിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിപ്പിംഗ് ക്രീം റെസിപ്പിയാണ് ഇത് കേട്ടോ. ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, നല്ല രീതിയിൽ പീക്സ് വന്നതായിട്ട് കാണുന്നില്ലേ.
നല്ല ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്കപ്പോൾ ഹാൻഡ് ബ്ലെൻഡർ ഇല്ലയെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ബീറ്റർ ഫോർക്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കേക്കിനാണെങ്കിലും പുഡിങ്ങിനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വിപ്പിംഗ് ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ മുൻപ് ഞാനിട്ടിട്ടുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.